നമസ്കാരം. എല്ലാവർക്കും ആത്മോദയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ? ഇവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇവയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് മരുന്നില്ലാത്ത ചികിത്സാ രീതികളെക്കുറിച്ചാണ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രചാരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടുന്ന സമയത്ത് ആ വ്യക്തിയുടെ 3 ശരീരതലങ്ങളെയാണ് അത് സാരമായി ബാധിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് 5 തരത്തിലുള്ള ശരീരങ്ങളാണുള്ളത്. ഈ 5 ശരീരങ്ങൾ കൂടി ചേർന്നതാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ട് അസുഖം പിടിപെടുമ്പോൾ ആ വ്യക്തിയുടെ ഫിസിക്കൽ ബോഡിയെയും എനർജി ബോഡിയെയും മെൻ്റൽ ബോഡിയെയും ഇത് സാരമായി ബാധിക്കുന്നതാണ്. ലോക പ്രശസ്ത ആൾട്ടർനേറ്റീവ് തെറാപ്പിസ്റ്റായിട്ടുള്ള ലൂഹി ഹെ അവരുടെ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് എല്ലാ അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ആണ് എന്നാണ്. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരികപരമായിട്ടുള്ള എല്ലാ അസുഖങ്ങളുടെയും റൂട്ട് കോസ് സൈക്കോസൊമാറ്റിക് ആണ്. നിരന്തരം നിങ്ങളെ ഒരു മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നം അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് ക്രമേണ നിങ്ങളുടെ എനർജി ബോഡിയെ സ്വാധീനിക്കുകയും കാലക്രമേണ അത് നിങ്ങൾക്ക് ഒരു അസുഖമായിട്ട് ഒരു പ്രശ്നമായി നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ രൂപാന്തരപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ശാരീരികമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് നിങ്ങളുടെ മനസ്സുകളിൽ നിന്നാണ്. ഉദാഹരണത്തിന് അമിതവണ്ണം, അതായത് പൊണ്ണത്തടി. ഈ അസുഖത്തിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ആണ്. ഈ വ്യക്തിയുടെ ഉപബോധ മനസ്സിൽ രൂപം കൊണ്ടിട്ടുള്ള, അതായത് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് കൊണ്ടാണ് ഈ വ്യക്തിക്ക് അമിതവണ്ണം എന്നുള്ള ഒരു ആരോഗ്യ പ്രശ്നം നേരിടുന്നത്. ആയതുകൊണ്ട് തന്നെ പൊണ്ണത്തടിയുള്ള വ്യക്തികൾ അവരുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെ ഇവരുടെ ഉപബോധ മനസ്സിൽ നിന്നും ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് റിലീസ് ചെയ്യുന്നതിൽ കൂടി ഇവരുടെ ശരീരത്തിൻ്റെ ഘടനയിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വരുത്തുവാനും ഇവരുടെ അമിതവണ്ണം എന്നുള്ള പ്രശ്നം മാറിപ്പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആൾട്ടർനേറ്റീവ് തെറാപ്പിയുടെ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ ഒരു അസുഖത്തിന് വേണ്ടി ചികിത്സിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ എനർജി ബോഡിയെയും മെൻ്റൽ ബോഡിയെയും നിങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെറാപ്പിയോട് കൂടി നിങ്ങളുടെ എനർജി ബോഡിയെയും മെൻ്റൽ ബോഡിയെയും ഹീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരിടുന്ന ഏത് അസുഖത്തെയും പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തുവാനുള്ള വലിയ ഒരു സാധ്യത ആൾട്ടർനേറ്റീവ് തെറാപ്പിക്കുണ്ട്. ആയതുകൊണ്ട് തന്നെ മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള തലങ്ങളുടെ അസുഖങ്ങളുടെയും പ്രശ്നങ്ങളെയും സുഖപ്പെടുത്തുന്നതിന് വേണ്ടി ആൾട്ടർനേറ്റീവ് തെറാപ്പിക്ക് വലിയ ഒരു സാധ്യത തന്നെ നിലവിലുണ്ട്. ചില ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾ ഫിസിക്കൽ ബോഡിയെ ട്രീറ്റ് ചെയ്യുകയും ഈ ഫിസിക്കൽ ബോഡിയെ ചികിത്സിക്കുന്നതിൽ കൂടി മാനസികപരമായുള്ള പ്രശ്നങ്ങൾ മറികടക്കുവാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കാറുണ്ട്. ഇങ്ങനെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആദ്യം തന്നെ മെൻ്റൽ ബോഡിയെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ട്രീറ്റ് ചെയ്യേണ്ടതും ഇവയെ കറക്റ്റ് ചെയ്യേണ്ടതും. അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റീവ് തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ്. ശാരീരികപരമായിട്ടുള്ള അസുഖങ്ങളെ നിങ്ങൾ ചികിത്സിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ബോഡിയെയും മെൻ്റൽ ബോഡിയെയും ഇതേ സമയം നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശാരീരികപരമായിട്ടുള്ള അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ സുഖപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ വലിയ ഒരു സാധ്യതയാണ്. ഈ സാധ്യതയെ നാം ഉപയോഗപ്പെടുത്തുന്നതിൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും നമുക്ക് വലിയ ഒരു രീതിയിൽ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ എനർജി ബോഡിയെയും മെൻ്റൽ ബോഡിയെയും കറക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയും ഇവയെ ആരോഗ്യപരമായി നിലനിർത്തുന്നതിന് വേണ്ടിയും നിരവധി ഹീലിംഗ് മൊഡാലിറ്റീസുകൾ നിലവിലുണ്ട്. ഹിപ്നോതെറാപ്പി, ആക്സിസ് ബാസ് തെറാപ്പി, EFT, പ്രാണിക് ഹീലിംഗ്, റേക്കി, ക്രിസ്റ്റൽ തെറാപ്പി, കളേഴ്സ് തെറാപ്പി,
പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ഏജ് റിഗ്രഷൻ, മെട്രിക്സ് റീബർത്ത് ഇംപ്രിൻറ്റിംഗ്, ഏഞ്ചൽ ഹീലിംഗ്, വൺ ടച്ച് ഹീലിംഗ് തുടങ്ങി നിരവധി ഹീലിംഗ് മൊഡാലിറ്റീസുകൾ ഈ കാലഘട്ടത്തിൽ സുലഭമാണ്. ആയതുകൊണ്ട് തന്നെ ഈ ഹീലിംഗ് മൊഡാലിറ്റീസുകൾ നാം പ്രയോജനപ്പെടുത്തുന്നതിൽ കൂടി നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാനും നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനും ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മറികടക്കുവാനും സാധിക്കുന്നതാണ്. ഇതുവരെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ആൾട്ടർനേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഇവയുടെ സാധ്യതകളെക്കുറിച്ചാണ്. ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നന്ദി.